നമസ്കാരം. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും സ്വന്തം അണികളും ഏരിയ കമ്മിറ്റികളും പരസ്യമായി MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോവാനെന്ന് ആക്രോശിച്ചിട്ടും പിണറായി വിജയൻ എന്ന ഏകാധിപതി പ്രതിപക്ഷ നേതാവിന്റെ കസേര വിട്ടൊഴിയാൻ തയ്യാറാകുന്നില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ കേരളം ചിരിക്കുകയാണ്. കാരണം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു നേതാവിനെ താങ്ങി നടക്കേണ്ടി വരുന്ന CPMന്റെ ആ ഒരു ദയനീയ അവസ്ഥയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെയും അണികളുടെയും കടുത്ത എതിർപ്പിനെ വെട്ടിനിരത്തിക്കൊണ്ടാണ് പിണറായി വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരുന്നത്. രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: പിണറായി വിജയൻ ഇനി രാജിവെക്കുമോ? ഇല്ലെങ്കിൽ സ്വന്തം അണികൾ തള്ളിപ്പറഞ്ഞിട്ടും അദ്ദേഹം ഈ കസേരയിൽ കടിച്ചു തൂങ്ങുന്നതിന് പിന്നിലെ ആ ഒരു യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ എന്തു വന്നാലും പ്രതിപക്ഷ നേതാവിന്റെ പദവി രാജിവെക്കാതിരിക്കാൻ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കേസുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ മുൻ സർക്കാരിന്റെ കാലത്തെ അഴിമതികളും കള്ളക്കളികളും ഒന്നൊന്നായി പൊക്കി പുറത്തു കൊണ്ടുവരികയാണ്. നവകേരള യാത്രയിലെ മർദ്ദനക്കേസ്, ഡയറി തിരുത്തിയ കേസ്, നവീൻ ബാബുവിന്റെ മരണം, കാഫിർ സ്ക്രീൻഷോട്ട് കേസ് തുടങ്ങി നിരവധി ഫയലുകൾ പുനരന്വേഷിക്കുകയാണ്. വെറുമൊരു സാധാരണ MLA ആയിരുന്നാൽ നിയമത്തിന്റെ ഇരുമ്പ് കൈകൾ എപ്പോൾ വേണമെങ്കിലും തന്റെ നേർക്ക് നീളുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന ക്യാബിനറ്റ് പദവിയുള്ള ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ സർക്കാരിന് പെട്ടെന്നൊരു നടപടിയെടുക്കാൻ പരിമിതികളുണ്ട്. അതിനു പുറമെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ഈ കസേര അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്തെ കാരണം അധികാര കേന്ദ്രീകരണമാണ്. CPMൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ എന്ന ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് മാത്രമാണ് അധികാരം ചുരുങ്ങിയിരിക്കുന്നത്. അദ്ദേഹം കസേര ഒഴിഞ്ഞാൽ പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെടും. പുതിയൊരു തലമുറയോ മറ്റാരെങ്കിലുമോ ആ സ്ഥാനത്തേക്ക് വന്നാൽ കണ്ണൂരിലെ ലോബിക്ക് പാർട്ടിക്ക് മേലുള്ള ആധിപത്യം തകരുമെന്ന് പിണറായി ഭയക്കുന്നു. മൂന്നാമത്തെ നിർണായകമായ കാര്യം മരുമകൻ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയിൽ റിയാസിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് അണികളുടെ വായടപ്പിച്ചത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ മാത്രമേ മരുമകൻ റിയാസിന് പാർട്ടിയിലും നിയമസഭയിലും ഒരു ഗോഡ്ഫാദറുടെ തണൽ ലഭിക്കുകയുള്ളൂ. പിണറായി ഒഴിഞ്ഞാൽ റിയാസിനെ വെട്ടിനിരത്താൻ പാർട്ടിയിലെ വലിയൊരു വിഭാഗം കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. മരുമകനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന പിണറായിയുടെ അജണ്ട നടക്കണമെങ്കിൽ അദ്ദേഹം ഈ കസേരയിൽ തുടർന്നേ മതിയാവൂ. നാലാമത്തെ കാരണം പുതിയ തലമുറയോടുള്ള അന്ധമായ ഭയമാണ്. CPMൽ പുതിയൊരു നേതൃത്വം ഉയർന്നു വന്നാൽ അത് പിണറായിയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കും. KK ശൈലജ ടീച്ചറെ പോലെയുള്ള ജനപ്രീതിയുള്ള നേതാക്കളെ പേരാവൂരിൽ കൊണ്ടുപോയി തോൽപ്പിച്ചതും ഇതേ ഭയം കൊണ്ടാണ്. പുതിയ തലമുറയ്ക്ക് അവസരം നൽകിയാൽ തങ്ങളുടെ കയ്യിൽ നിന്നും പാർട്ടി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന് പിണറായിയും MV ഗോവിന്ദനും ഭയപ്പെടുന്നു. പാറശാല ഏരിയ കമ്മിറ്റിയിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S അജയ് കുമാർ പിണറായി വിജയൻ മാറി നിന്ന് മാതൃകയാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പാലക്കാട് ഏരിയ കമ്മിറ്റിയിൽ പിണറായിയുടെ കടക്കുപുറത്ത് ഭാഷയാണ് തോൽവിക്ക് കാരണമെന്ന് അണികൾ വിരൽ ചൂണ്ടിയിട്ടും അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുന്ന രീതിയാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായിക്കാണെന്ന് സ്വന്തം പാർട്ടി ഘടകങ്ങളും ഘടകകക്ഷിയായ CPIയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അണികളുടെ വികാരത്തെ മാനിക്കാതെ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി താങ്ങി നടക്കുന്ന MV ഗോവിന്ദന്റെ ഈ നിലപാട് CPMന്റെ പൂർണ്ണ തകർച്ചയിലേക്കാണ് വഴി തുറക്കുന്നത്. പരാജയം ഏറ്റുവാങ്ങിയിട്ടും സ്വന്തം അണികൾ കസേര ഒഴിഞ്ഞ് പുറത്തു പോയെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടും കേസ് പേടിച്ചും മരുമകന്റെ രാഷ്ട്രീയ ഭാവി ഓർത്തും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കടിച്ചു തൂങ്ങുന്ന പിണറായി വിജയന്റെ ഈ ഒരു രീതി ശരിക്കും നാണംകെട്ട രാഷ്ട്രീയം തന്നെയല്ലേ? സ്വന്തം പാർട്ടിക്കാരുടെ വികാരം പോലും മാനിക്കാത്ത ഈ രാഷ്ട്രീയത്തിന് ജനാധിപത്യ കേരളവും സ്വന്തം അണികളും ചേർന്ന് വരും ദിവസങ്ങളിൽ തെരുവിൽ വെച്ച് തന്നെ മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയെങ്കിലും കസേരമോഹം വെടിഞ്ഞ് പുതിയ തലമുറയ്ക്ക് വഴിമാറിയില്ലെങ്കിൽ CPM എന്ന പാർട്ടി കേരളത്തിൽ വെറും ഒരു ബോർഡ് മാത്രമായി അവശേഷിക്കും.